നമുക്കേ പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി നല്ല ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് നല്ലപോലെ വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി തക്കാളി വാടി വരുമ്പം കുറച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങ് വറ്റിച്ച് നല്ല റോസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ സംഭവം സെറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും കൂടാണ് ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ പോകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.